ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം പരിഹരിക്കുവാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അവനാ ഞാൻ പ്രസംഗിക്കുന്ന സർവശക്തനായ ദൈവം. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഓടി ദൈവസന്നിധിയിലേക്ക് വാ. എന്റെ കർത്താവ് പരിഹാരകനായ ദൈവമാണ്. ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനമാണ് നാം ധ്യാനിക്കുവാൻ പോകുന്നത്. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്താൽ മനസ്സ് വ്യാകുലപ്പെട്ട് നിരാശ കയറിപ്പിടിച്ച് ഭാരപ്പെടുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് കാണുക. നിന്റെ പ്രശ്നം മനുഷ്യർ തീർത്താൽ അതിന് ധാരാളം അപാകതകൾ ഉണ്ടാകാം. പക്ഷെ നിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കാൻ തുടങ്ങിയാൽ അതിന് ഒരു അപാകതയും ഉണ്ടാകത്തില്ല. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധി സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ. കടം അവരുടെ ജീവിതത്തെ തകർക്കുവാനായി ആരംഭിച്ചു. അപ്പോഴും അവിടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ഓടി ദൈവസന്നിധിയിൽ ചെന്നാൽ പരിഹാരം ദൈവം പറഞ്ഞു തരും. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ വചനത്തിൽ നമുക്ക് ദൈവം പരിഹാരങ്ങൾ തരും. പ്രാർത്ഥനാ മുറിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് പരിഹാരങ്ങൾ തരും. മറഞ്ഞിരുന്ന പലതും നിനക്ക് വെളിവാക്കി തന്ന് ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവം ഒരു പരിഹാരം തരാൻ പോവുകയാണ്. ഇവിടെ വചനം എന്താ പറയുന്നേ? എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലാത്തതെന്നാന്ന് ചോദിച്ചാൽ അവനറിയാം, മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ധാരാളം പ്രശ്നങ്ങൾ ദൈവത്താൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും അവൻ പരിഹരിച്ചു കൊണ്ടിരിക്കുക, നാളെയോ അവൻ പരിഹരിക്കും. നീ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ബുദ്ധിക്ക് എത്താത്ത ചില വൻകാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകാം. എനിക്ക് ഈ വചനത്തിന് മുമ്പിൽ നിങ്ങളോട് പറയാനുള്ള ഒരു ആത്മീക ദൂത. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ നിന്റെ പ്രശ്നം ദൈവം പരിഹരിച്ചു തരും. നീ വിചാരിക്കാത്ത റേഞ്ചിൽ നിന്നുകൊണ്ട് പരിഹരിച്ചു തരും. നിന്റെ കണ്ണുകൾക്ക് അത്ഭുതവും നിന്റെ കാതുകൾക്ക് അത്ഭുതവുമാകത്തക്കവണ്ണം ദൈവം അത് പരിഹരിച്ചു തരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന കർത്താവേ, അവിടുന്ന് ഒന്ന് ഇറങ്ങി വരണം. അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നേർനിലത്തോടെ നടത്തണം. പ്രാർത്ഥിച്ച് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേലെ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായും നിന്റെ പ്രശ്നം ദൈവം പരിഹരിക്കും. ഗോഡ് ബ്ലസ് യു.